നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞു വന്നിരുന്നത്. അതിൽ അടുത്തത് പറയാൻ പോകുന്നത് സാൻഡൽവുഡാണ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ട്രീ ആണ് ചന്ദനമരം. ഇനി ഇതിൻ്റെ ബൈനോമിയലാണ് സെൻഡാലം ആൽബം എൽ ആൻഡ് ഇത് വരുന്ന ഫാമിലിയാണ് സെൻഡാലേസിയെ. ഇനി ഇവരിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ട് അവരുടെ ഹാർഡ്വുഡാണ്. Then sandalwood is one of the oldest known perfumery material and is probably indigenous to peninsular India. ഇന്ത്യയിലെ പെനിൻസുലാർ റീജിയണിലായിട്ടാണ് ഇവർ അവിടുത്തെ ഇൻഡിജീനിയസ് പ്ലാന്റ്സ് ആണ് ഇവർ എന്നാണ് പറയുന്നത് ഈ ഒരു ചന്ദനമരം. പക്ഷെ ചിലർ പറയുന്നത് സം കൺസിഡർ ഇറ്റ് ആസ് എൻ എക്സോട്ടിക്. ചിലർ പറയുന്നു ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് ഇന്ത്യയിലോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി അവർ ഇന്ത്യയിലെ പെനിൻസുലാർ റീജിയനിൽ ഇൻഡിജീനിയസ് ആയിട്ട് വളരുന്നവരാണ്. Then it is found in the moderately dry regions of peninsular India. ഇനി ഇവയുടെ കുറച്ച് നാച്ചുറൽ ട്രാക്ട്സ് ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് കർണാടകയിലെ ബെല്ലാരിയിൽ, ദെൻ കേരളത്തിൽ മറയൂരിലെ ചന്ദനം കേട്ടിട്ടുണ്ടാവും, ദെൻ തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. ഇനി ഇത് കൂടാണ്ട് വേറെ സ്റ്റേറ്റിലോട്ടേക്ക് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് രാജസ്ഥാൻ, ദെൻ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒറീസ ഇവിടെയൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ അവർ നാച്ചുറലായിട്ട് ഇതിൽ ചില പ്ലേസുകളിലൊക്കെ ആയിട്ട് ഗ്രോ ചെയ്യുന്നുമുണ്ട്. ഇനി ഇവരുടെ മോർഫോളജി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇവരൊരു ട്രീ ആണ്, എവർഗ്രീൻ ട്രീ ആണ്, ഒരു സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള. ദെൻ ദേ ആർ ഫോട്ടോട്രോഫിക് ആസ് വെൽ ആസ് പാരസൈറ്റിക്. അതായത് അവർ ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് വഴി സെൽഫ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചില റൂട്ട്സ് പാരസൈറ്റിക് ആണ്. അതായത് തൊട്ടടുത്തുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ നിന്ന് ഈ പാരസൈറ്റിക് റൂട്ട്സ് മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി ഇവയുടെ യൂസസ് ആണ് പറയുന്നത്. ദ സെൻഡഡ് ഹാർഡ്വുഡ് ഈസ് ദി മോസ്റ്റ് വാല്യുബിൾ പോർഷൻ ഓഫ് ദി സാൻഡൽ ട്രീ. അതിൻ്റെ ആ തടിയുടെ ഉള്ളിലുള്ള ഹാർഡ്വുഡാണ് ഏറ്റവും സെൻഡഡ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരെ ഹാർവെസ്റ്റ് ചെയ്യുമ്പം, ചന്ദനമരം ഹാർവെസ്റ്റ് ചെയ്യുമ്പം അവരെ അപ്രൂട്ട് ചെയ്യുക, അതായത് മണ്ണിൽ നിന്ന് പിഴുതെടുക്കുക ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അവരുടെ റൂട്ട് സിസ്റ്റത്തിൽ പോലും ദേ ആർ റിച്ചസ്റ്റ് ഇൻ ഓയിൽ കണ്ടന്റ്, റൂട്ടിൽ പോലും ഓയിൽ കണ്ടന്റ് പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാക്സിമം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റിനെ ഒരു സ്ഥലവും വിട്ടുപോകാതെക്കാൻ വേണ്ടി പ്ലാന്റിനെ കംപ്ലീറ്റ് അപ്രൂട്ട് ചെയ്തിട്ടാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. Then hardwood contain essential oil and is used mainly for distillation. ഹാർഡ്വുഡിലാണ് എസെൻഷ്യൽ ഓയിൽ ഉള്ളത്, അതിനെ ഡിസ്റ്റിലേഷൻ വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ദ റിമൈനിങ് വുഡ് ബീങ് യൂസ്ഡ് ഫോർ കാർവിങ്, ഇൻസെൻസ് മേക്കിംഗ് എക്സെട്ര. ദെൻ ഈ ഒരു ഓയിലുള്ള മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഒന്ന് സെസ്ക്യൂടെർപീൻസ്, then alcohols and the isomers sandalol A and sandalol B. ഇനി നമുക്കറിയാം പെർഫ്യൂം ഇൻഡസ്ട്രിയിലെ ഒരു റോ മെറ്റീരിയൽ ആണ് ഈ ഒരു സാൻഡൽവുഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഓയിൽ ഈസ് ഹൈലി പ്രൈസ്ഡ് ആസ് എ റോ മെറ്റീരിയൽ ഇൻ പെർഫ്യൂമറി. Then sandalwood and sandalwood oil are used in medicine and perfumery. മെഡിസിൻ എന്ന് പറയുമ്പോൾ ദേ ആർ യൂസ്ഡ് ആസ് സെഡേറ്റീവ്, സ്ലീപ്പ്, ഉറക്കത്തിന് മയക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ വേദന സംഹാരമൊക്കെ ആയിട്ട്. ദെൻ ആസ് എ പാലിയേറ്റീവ് ഓഫ് പൈൽസ് ആൻഡ് വോമിറ്റിംഗ്. ദെൻ ആൻഡ് ആസ് എ ക്യൂറേറ്റീവ് ഓഫ് ലുക്കേറിയ, സ്വെല്ലിംഗ്, സ്കിൻ അഫ്ലിക്ഷൻസ് എക്സെട്ര. അതുപോലെ തന്നെ ഈ സാൻഡൽവുഡ് ഓയിൽ ദേ ഓൾസോ ആക്ട് ആസ് ഡയൂററ്റിക്. അതായത് ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് യൂറിനറി ബ്ലോക്കേജ് ആൻഡ് സം അതർ യൂറിനറി പ്രോബ്ലംസിനൊക്കെ ഈ സാൻഡൽവുഡ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ കാർഡിയാക് ടോണിക് ഫോർ ബ്ലഡ് പ്യൂരിഫിക്കേഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് ടേമറിക്. നമ്മൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്, മഞ്ഞൾ. ഇതിൻ്റെ ബൈനോമിയലാണ് കുർക്കുർമ ലോങ്ങ എൽ ആൻഡ്
അത് വരുന്നത് സിഞ്ചിബറേസിയയിലാണ്. ദെൻ ഇവയുടെ യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് റൈസോമാണ്. ഇനി Curcuma longa is thought to be a native of southeastern Asia and is cultivated throughout the tropics. ട്രോപ്പിക്കൽ കൺട്രീസിലൊക്കെ തന്നെ ഈ കുർക്കുമ ലോങ്ങ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ദ ചീഫ് ടേമറിക് ഗ്രോവിംഗ് കൺട്രീസ് ആർ ഇന്ത്യ, ചൈന, ശ്രീലങ്ക, ഇന്തോനേഷ്യ ആൻഡ് വെസ്റ്റ് ഇൻഡീസ്. And it is cultivated all over India for its rhizome. അവയുടെ റൈസോം നമുക്കറിയാം, മഞ്ഞളിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് എക്സ്പോർട്ടേഴ്സ് ഓഫ് ടേമറിക്. ലാർജസ്റ്റ് എക്സ്പോർട്ടറാണ് ഇന്ത്യ. ഓൾമോസ്റ്റ് 10,000 മെട്രിക് ടൺസ് ഓരോ ഇയറിലും ഇന്ത്യയിൽ നിന്ന് ബാക്കി രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോമിങ് അബൌട്ട് 80% ഓഫ് വേൾഡ്സ് എക്സ്പോർട്ട്. ദ പ്ലാന്റ് നമുക്കറിയാം, പ്ലാന്റ് ഒരു ഹെർബാണെന്ന് നമുക്കറിയാം. ആൻഡ് ഇറ്റ് ഈസ് പെറന്നൽ ഹെർബ് വിത്ത് സ്ട്രോങ്ലി ആരോമാറ്റിക് ഓറഞ്ച് യെല്ലോ റൈസോം. അണ്ടർഗ്രൗണ്ട് മെരിസ്റ്റം ഒരു ഓറഞ്ച് യെല്ലോ കളേർഡാണ്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഏരിയലായിട്ടൊരു സ്യൂഡോസ്റ്റെമൊക്കെ പ്രസൻ്റ് ആണ്. ദെൻ ഇവയുടെ യൂസസ് ആണ് പറയുന്നത്. Due to strong antiseptic properties, it has been used as a reputed remedy for all kind of poisonous affliction, ulcers, wounds, etc. നമുക്കറിയാം, വളരെ ആൻറ്റിസെപ്റ്റിക്, അതായത് ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉള്ളതാണ് മഞ്ഞൾ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം എന്തെങ്കിലും ഒരു തേനീച്ച കുത്തിയാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോയ്സണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വൂണ്ട് അല്ലെങ്കിൽ പോയ്സണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ സംഭവിച്ചാൽ നമ്മൾ മഞ്ഞളാണ് തേക്കുന്നത്. ദെൻ അതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ് കുർക്കുമിൻ. Curcumin is germicidal and is used to cure ringworm infections, obstinate itching, eczema, etc. അതായത് കുർക്കുമിൻ അത് ഈ ഒരു ഇച്ചിങ്, അതായത് ചൊറിച്ചിലിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്, അതുപോലെ റിംഗ് വേം ഇൻഫെക്ഷൻസിനൊക്കെ. ദെൻ കുർക്കുമിൻ ഈസ് ആൻറ്റി റുമാറ്റിക് ആൻഡ് ഈസ് യൂസ്ഡ് അഗെയിൻസ്റ്റ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. വാദത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ പൗഡേർഡ് റൈസോംസ് ഹാവ് ബീൻ ഫൗണ്ട് ടു ബി ഇഫക്റ്റീവ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പ്രെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻസ്. The attractive yellow color and delicate flavor have made turmeric the most preferred essential ingredient of curry powder and masalas. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ കറി വെക്കുമ്പോഴും അതുപോലെ മസാലകളിലൊക്കെ ഈ ഒരു ടേമറിക് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു യെല്ലോ കളറും കാരണം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഫ്ലേവർ ആൻഡ് കളർ ബട്ടർ, ചീസ്, pickles and other food products. Other uses include the application to dye cotton, silk and wool fibers as cosmetics and curative against internal and external injuries. നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയാൽ യൂസ് ചെയ്യും. അതുപോലെ കോസ്മെറ്റിക്സ്, മഞ്ഞൾ തേച്ചാൽ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് പറയാം. ദെൻ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഈ ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ക്ലോത്തിലൊക്കെ മഞ്ഞൾ തേച്ചാൽ അവയുടെ കളറ് ചേഞ്ച് ആവും. ഇങ്ങനെ ഡൈ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒരുപാട് മഞ്ഞളുടെ യൂസസ് അറിയാവുന്നതാണ്. ഇത്രയ്ക്കുമാണ് മെയിനായിട്ടുള്ള യൂസസ് പറയുന്നത്.